മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. നമ്മുടെ കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിന്റെ നടുക്കാണ് ബീവറേജ് ഷോപ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇതിൻ്റെ അത് മത്സരിക്കുന്നത്. കുട്ടേട്ടനും കൂട്ടുകാരും ചേർന്ന് രക്ഷിച്ച മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് ചന്ദ്രൻ ഏലൂർ നഗരസഭയിലേക്ക് ജനവിധി തേടാൻ ഒരുങ്ങുകയാണ്. UDF സ്ഥാനാർത്ഥിയായാണ് സുഭാഷ് ചന്ദ്രൻ മത്സരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു പഴയ അതിജീവനത്തിന്റെ കഥ എങ്ങനെ ഓർക്കുന്നു? അത് 2006 സംഭവിച്ച കഥയാണല്ലോ. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല. എന്നാലും ഇത് നമ്മളെ രക്ഷിച്ച അന്നത്തെ സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. മത്സരരംഗത്തും അവർ ഈ പ്രാവശ്യം ഉണ്ടാവും. ഇത് വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ 5 വർഷക്കാലത്തിൻ്റെ ഇടയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ വാർഡുകളിൽ നടന്നിട്ടില്ല. പിന്നെ പല ക്ഷേമ പദ്ധതികളും ഉണ്ടായിരുന്നു. അത് പാവപ്പെട്ട അവരിലേക്ക് എത്തിയിട്ടുമില്ല. അവരവരുടെ ബന്ധുത്വ നിയമനം പോലെയുള്ള ഒരു സംവിധാനമാണ്. അവർക്ക് പരിചയമുള്ളവർക്കുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. പിന്നെ ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ പല പാർട്ടികളും മത്സരിക്കും. അവരുടെ കൂടെ പല അണികളും ഉണ്ടാവും. പക്ഷെ ഒരു കൗൺസിലർ ജയിച്ചു വരുമ്പോൾ അത് ആ വാർഡിൻ്റെ കൗൺസിലറാണ്, അല്ലാതെ സ്വന്തം പാർട്ടിയുടെ കൗൺസിലറല്ല. അപ്പോൾ അന്ന് നമുക്ക് എതിരിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെ കാണുകയും അവരെ പല പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ വാർഡിലുണ്ടായി. അപ്പോൾ പിന്നെ അതിനുശേഷം നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. നമ്മുടെ കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ നടുക്കാണ് ബീവറേജ് ഷോപ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ പ്രതിഷേധ റാലിയും ഇതെല്ലാം സംഘടിപ്പിച്ചു. ഒരു കാര്യം ഉണ്ടായില്ല. നമ്മുടെ സ്വതന്ത്രമായ സാമൂഹ്യ ജീവിതത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ആ ബീവറേജ് ഷോപ്പ് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കിൻ്റെ നടുക്കാണ് കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രിയായ ഞങ്ങളുടെ സഹോദരിമാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മദ്യപിച്ച് ലെഗിട്ട് ഓരോരുത്തരും മദ്യക്കുപ്പി വലിച്ചെറിയ ഒരേ വീടിൻ്റെ മുമ്പിൽ നിന്ന് മദ്യപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പല രീതിയിൽ പരാതിപ്പെട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നടപടിയും നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. യാതൊരുവിധ പാർക്കിംഗ് സൗകര്യവും അനുമതിയില്ലാത്ത ഒരു ബിൽഡിങ്ങിനാണ് ഇതിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റേ പ്രതിഷേധ റാലിയിൽ ഞാൻ പങ്കെടുക്കുകയും ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്മമാരും സുഹൃത്തുക്കളും പാർട്ടി സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും എന്നെ സജസ്റ്റ് ചെയ്ത് സുഭാഷ് മത്സരിച്ച് ജയിച്ചു. അപ്പോൾ നമുക്ക് ഇതിനുള്ളൊരു പരിഹാരം നേടാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയെന്ന്. ഒരിക്കലുമല്ല. എൻ്റെ അച്ഛൻ INTUCയിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ INTUCയിൽ ജോലി ചെയ്തിട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. ഞാൻ INTUC ലോഡിങ്ങിൽ ഉണ്ടായതാണ്. ഞാൻ ആ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് നാൾ പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നാണ് ലോഡിംഗ് ജോലി ചെയ്യാൻ പറ്റാതെ പോയതാണ് വെൽഡിംഗ് ജോലി തിരഞ്ഞെടുത്തത്. അന്നോട്ടേ പ്രവർത്തകനാണ്, ഇന്നും സജീവ പ്രവർത്തകനാണ്. മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇതിൻ്റെ അകത്ത് മത്സരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രവർത്തകനാണ്. ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതായിരുന്നോ? ഞാൻ ഒരിക്കലും ഒരു അധികാരം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്നിലേക്ക് വന്നു ചേർന്നാണ്. എല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നിലേക്ക് വന്നു ചേർന്നാണ്. അവരെ ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിറവേറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരുമുണ്ട്. ഈ ഒരു ഇനിയിപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് അത് ഇപ്പം അത് നാട്ടിലുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുന്നിലുണ്ടാവും എന്നുള്ള ഇതിൽ ഒരു സംശയമില്ല. നാട്ടിലൊക്കെ സജീവമാണല്ലോ സുഭാഷ്? സജീവമാണ്. ഈ കോവിഡ് കാലത്താണെങ്കിലും അതുപോലെ പ്രളയത്തിൻ്റെ കാലത്താണെങ്കിലും ഓരോ വീടുകളിലും തൻ്റെയും കൂട്ടുകാരെയും തൻ്റെ പ്രവർത്തകരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് അവിടെ കാര്യങ്ങൾ എത്തിക്കുന്നത്, അവർക്ക് ആ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സജീവമായി മുന്നിൽ നിന്നൊരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല സുഭാഷിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ. സർവേദയ എല്ലാ വാർഡിലെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി തന്നെ മത്സരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഗുണം ഈ ഇലക്ഷനിൽ സജീവമായി കാണുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ അന്ന് രക്ഷിച്ച ആ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ചേർന്ന് വിജയിപ്പിക്കുമെന്നൊരു പ്രതീക്ഷയാണോ? തീർച്ചയായിട്ടും. എന്താണ് സംശയം? അവർ തന്നെയാണ് നിർബന്ധിച്ച് തന്നെ ഈ ഇലക്ഷന് നിൽക്കാനായിട്ട് എനിക്ക് പ്രേരണ നൽകിയത്. 100% രക്ഷിച്ചിരിക്കും. അന്നത്തെ ഞങ്ങളുടെ ആ കൈപിടിച്ച് പൊങ്ങിയ സുഭാഷിന കൈപ്പത്തി ചിഹ്നത്തിൽ 100% ഞങ്ങളുടെ നാട്ടിൽ വിജയിപ്പിച്ചിരിക്കും. അത് ഉറപ്പായിട്ടും. അപ്പോൾ അന്നുണ്ടായിരുന്നവരെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കില്ലേ? പിന്നെ തീർച്ചയായും. ഞാനിപ്പോൾ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്, പ്രവാസിയാണ്. ഇവൻ്റെ ഇലക്ഷൻ ഇവൻ നിൽക്കുന്ന ഒരു ഉറപ്പ് കിട്ടി. ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ സുഭാഷിനെ ജയിപ്പിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ സുഭാഷിന്റെ ഈ സ്ഥാനാർത്ഥിത്വം കൂട്ടുകാരെല്ലാവരും കൂടി ആഘോഷമൊക്കെ അല്ല അന്നുണ്ടായിരുന്നവരൊക്കെ? അന്നുള്ളവർ മാത്രമല്ല, അന്ന് ടൂർ വരാതിരുന്ന ധാരാളം കൂട്ടുകാർ വേറെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഒറ്റക്കൊട്ടോടെ സുഭാഷിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കുട്ടേട്ടനും കൂട്ടുകാരും സുഭാഷിനെ രക്ഷിക്കുന്നത് കാണാൻ നെഞ്ചിടിപ്പോടെ കാത്തിരുന്നവർ ഇപ്പോൾ സുഭാഷിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നറിയാൻ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കുപരപ്പം, റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.